പ്രശാന്ത് സർ നമസ്കാരം. സർ, മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള അവകാശവാദങ്ങളൊക്കെ വരുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ്. അതിനിടയിൽ ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹ്ദി അയാൾ പറയുന്നുണ്ട്, കാന്തപുരത്തെ ആരാണ് ബന്ധപ്പെട്ടത്, ഞങ്ങളുടെ കുടുംബമായി ബന്ധമുണ്ടോ, വധശിക്ഷയിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് അവർ തന്നെ തലാലിൻ്റെ കുടുംബം തന്നെ പറയുന്ന ഒരവസ്ഥ. ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ആർക്കാണ് പാളിച്ച പറ്റുന്നത്? എന്താണ് സർ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നിമിഷപ്രിയ ഇപ്പൊ ഉണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ഈ യമൻ എന്ന് പറയുന്ന രാജ്യമാകുമ്പം അതും വിശ്വസിക്കാൻ പറ്റത്തില്ല, പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ട്. കാരണം അത്തരത്തിലുള്ള രാജ്യമാണല്ലോ. അപ്പൊ ഇതിനകത്ത് ഒരു വലിയ പ്രശ്നം ഇപ്പൊ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ, ഇന്ത്യയിൽ ഉടനീളം. ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന ആ പ്രതി അല്ലെങ്കിൽ ആ നേഴ്സ്, ഇപ്പൊ ജയിലിൽ കഴിയുന്ന സ്ത്രീ ഇന്ത്യക്കാരിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത്. അവർ ഇന്ത്യക്കാരി ആയതുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടു പോകട്ടെ, അത് ഇന്ത്യൻ പൗര എന്നുള്ള രീതിയിൽ. അല്ലാതെ അവർ ചെയ്ത കാര്യങ്ങൾ, അവർ ചെയ്ത വിഷയങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടുത്തെ നമ്മുടെ ഷെറിനെ എന്തിനാ പിടിച്ചകത്തിട്ടിരുന്നത്, അല്ലെങ്കിൽ പല കൊലയാളികളും ഇപ്പോഴും നമ്മുടെ സ്ത്രീകളായിട്ടുള്ളവരകത്ത് കിടപ്പുണ്ടല്ലോ. അപ്പം അവർ ചെയ്ത കാര്യം അവര് പറയുന്നു, ഞാൻ ഓരോ കൊലയാളിക്കും ഓരോ കാരണമുണ്ടല്ലോ പറയാൻ. അപ്പൊ ഒരു കൊലയാളി ഇപ്പൊ ഞാൻ കൊല ചെയ്താലും ഞാൻ തെറ്റ് ചെയ്താലും എനിക്കൊരു കാരണമുണ്ടാവും, ഞാൻ ഇന്ന കാരണം കൊണ്ടാ ചെയ്തതെന്ന് പറയാൻ കാര്യം. അത് അങ്ങ് വിശ്വസിച്ചു, അല്ലെങ്കിൽ വിശ്വസിക്കേണ്ട, എന്ത് അവർ ചെയ്തെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരി ആയതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഇടപെടുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ അതിനകത്ത് സമ്പത്ത് ക്രോഡീകരിച്ചു കൊടുക്കാൻ നിൽക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വരും. അപ്പം ഈ നിമിഷപ്രിയ, ഇപ്പൊ ഈ ഞാൻ പറഞ്ഞു വന്നത്, നിമിഷപ്രിയ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഒരു സ്വഭാവം അനുസരിച്ച് നിമിഷപ്രിയ രക്ഷപ്പെടണമെങ്കിൽ കാന്തപുരം പറഞ്ഞിട്ട് രക്ഷപ്പെട്ടാൽ മതി എന്നൊരു വിഭാഗം, അതല്ല കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ട് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞൊരു വിഭാഗം. അപ്പം നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടിരുന്നു എന്നുള്ളത് കൊണ്ട് കാന്തപുരത്തിൻ്റെതായിട്ടുള്ള ആൾക്കാർ, കാന്തപുരത്തെ അല്ല ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു നിൽക്കുന്നത്, കാന്തപുരം എന്ന് പറയുന്ന ആളാവുമ്പോൾ അദ്ദേഹത്തിന്റെ പുറകിൽ ഒരു ജാതിയും ഒരു മതവും ഒക്കെ ഉണ്ടല്ലോ. പുള്ളിക്കില്ലെങ്കിൽ, കാന്തപുരത്തിന് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം ഇതുപോലെ നിമിഷപ്രിയക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ആളാവുമ്പോൾ, ഒരു മതപണ്ഡിതനാകുമ്പോൾ അദ്ദേഹത്തിന് ജാതിയും മതമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അദ്ദേഹം ഇടപെടുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ജാതിയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മതമൂല്യവാദികളുണ്ടല്ലോ, അവർ കാന്തപുരം ഇടപെട്ടപ്പോ മൊത്തം കാന്തപുരം ഇന്ത്യ മഹാരാജ്യം ഇല്ലെന്നുള്ള രീതിയിൽ പ്രചരണം. അപ്പൊ ഇത് കേട്ടപ്പോ ഈ കാന്തപുരത്തിനെതിരെ നിൽക്കുന്ന, അല്ലെങ്കിൽ ആ മതത്തിനെ ഇഷ്ടപ്പെടാത്ത ചില ആൾക്കാരുണ്ടല്ലോ ഈ രാജ്യത്ത്, അവര് പറഞ്ഞു ഇല്ല ഇല്ല ഇല്ല. അപ്പം അവര് നിമിഷപ്രിയ, അവർക്ക് പിന്നെ നിമിഷപ്രിയ എത്താലും കുഴപ്പമില്ല, കാന്തപുരം ഇടപെട്ട് രക്ഷപ്പെടണം. അപ്പൊ ഈ രീതിയിലേക്കുള്ള ഒരു പ്രചരണവും അല്ലെങ്കിൽ ഒരു മത്സരവും പരസ്പരം വന്നതോടുകൂടി നിമിഷപ്രിയയെ രക്ഷിക്കാൻ അവിടെ നിൽക്കുന്ന ഈ ആൾക്കാർക്ക് ഇത് സാധ്യമല്ലാതായി. കാരണം ഇന്ത്യക്കകത്ത് തന്നെ ഈ പറയുന്നത് പോലെ തലാലിനെ കുറ്റപ്പെടുത്തുന്നു, നീയാന്നോടോ ഒരനിയൻ, നീയാന്നോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നീ എന്റെ ചേട്ടൻ ചത്തേന് കാശ് മേടിച്ചിട്ട് നിൽക്കുക, നീയൊക്കെ മനുഷ്യനാന്നോടാന്ന് പറഞ്ഞുകൊണ്ട് ഈ കുറെ ആൾക്കാർ പ്രചരണവും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ തന്നെ എടുത്തിട്ട് ഇത് പല ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പൊ അവരുടെ ഭാഷയിൽ അവർക്ക് കേൾക്കാൻ പറ്റുമെന്നാ പറയുന്നത്. അപ്പൊ സോഷ്യൽ മീഡിയ ഈ രീതിയിലേക്കായി. അവസാനം ഈ പറയുന്ന കാന്തപുരം ഇടപെട്ട് അവിടെ ഈ ഗോത്രവർഗത്തിന്, അല്ലെങ്കിൽ യമൻ ഗവൺമെന്റിന്റെ കൂട്ടു സ്വാധീനം അവിടെ വിമതർക്കും ഉണ്ട്. പല പ്രദേശങ്ങളും വിമതരാണ്. ഹൂത്തി, നമ്മൾ ഈ പറയുന്ന ഹൂത്തികൾ എന്ന് പറയുന്ന ഈ പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പാന്നൊക്കെ പറയുമ്പോഴും അവർ പ്രത്യേക മതവിഭാഗത്തിനകത്ത് വിശ്വസിക്കുന്നവരും, അവർ ഈ ഭരണഘടനയും രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കും അപ്പുറം അവരുടെ മതമേലധ്യക്ഷന്മാരെ അനുസരിച്ചും അവരുടെ തിട്ടൂരം അനുസരിച്ചും ഒക്കെ ജീവിക്കുന്ന ഗോത്ര സംസ്കാരമുള്ളവരാണ്. ആ ഗോത്ര സംസ്കാരത്തിൽ പെട്ടവനാണ് ഈ തലാൽ. അവിടെ ഈ ഹൂത്തികളുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന പ്രദേശത്താണ് ഈ പറഞ്ഞ ഇവർ കിടക്കുന്നത്. അവരുടെ കോടതികളാണ് ഇവർക്ക് വധശിക്ഷ വിധിച്ചത്. അപ്പൊ ഇവിടുന്ന് ഇദ്ദേഹം കാന്തപുരം എന്ന് പറയുന്ന ആള് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ മതമേലധ്യക്ഷന്മാരുമായിട്ട് വളരെ കാലം കൊണ്ടേ ബന്ധമുള്ളതും, മതവുമായിട്ട് ബന്ധമുള്ളതും, അല്ലെങ്കിൽ അദ്ദേഹം സംസാരിച്ചാൽ കേൾക്കുന്നതുമായിട്ടുള്ള ആൾക്കാർ നമ്മൾ അറിഞ്ഞ ശരിയാണ്. അദ്ദേഹം സംസാരിക്കുന്നു, ഇതിനകത്ത് വധശിക്ഷ മാറ്റിവെക്കുന്നതിന് ഗവൺമെന്റ് ഉൾപ്പെടെ ഉള്ളവരുടെ ഇടപെടലും അദ്ദേഹത്തിന്റെ സംസാരം കൊണ്ട് കൂടിയത് മാറ്റിവെച്ചെന്ന് കൊന്ന രീതിയിലേക്ക് വരുന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ഈ മതമേലധ്യക്ഷന്മാർ ഈ തലാൽ എന്ന് പറയുന്നവരുടെ കുടുംബമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. ഈ പറയുന്ന സഹോദരൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും സഹോദരന്റെ ഭാഗമായിട്ട് ഇന്ന് കുടുംബമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. ഈ നാളെ കാലത്ത് സഹോദരൻ എത്ര ഒക്കത്തില്ലെന്ന് പറഞ്ഞാലും ഈ മതമേലധ്യക്ഷന്മാർ പറയും അവരെ വെറുതെ വിട്ടൊക്കെ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ കോടതിയെ എടുത്ത് പറയും. മതമേലധ്യക്ഷന്മാർ തന്നെയാണ് അവർക്ക് കോടതിക്കകത്ത് കോടതി ജഡ്ജിമാരായിട്ടൊക്കെ ഇരിക്കുന്നത്. ഇവളെ ഞങ്ങൾ വെറുതെ വിടാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യാൻ? അപ്പൊ അതേ രീതിയിലേക്കുള്ള രാജ്യമാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്നത്, ഈ പറയുന്ന തലാല് പറയുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല, കാന്തപുരത്തെ എനിക്കറിയത്തില്ല, ഞാനൊന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഞങ്ങൾക്ക് പണം വേണ്ട, ഞങ്ങൾക്ക് പൈസ വേണ്ട, ഞങ്ങൾ വെറുതെ വിടത്തില്ല എന്ന് പറയുമ്പോൾ കാന്തപുരം ഇടപെട്ട് വെറുതെ വിട്ടെന്ന് പറയുന്നു. ഇതിനിടയ്ക്ക് ഒരു പാസ്റ്റർ അല്ലേലുയ സ്വോത്രം താണ്ട വിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്നത് പോലെ ഇതിനകത്തൂടെ പറയുന്നത് കേട്ടു. അത് പിന്നെ വന്ന് വ്യാജമാണെന്ന് പറഞ്ഞു ഇന്നലെ കാന്തപുരം കൊടുത്ത വാർത്താക്കുറിപ്പ് കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് മാറ്റുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ വാർത്താക്കുറിപ്പ് അതിനകത്ത് വാസ്തവമില്ലെന്ന് പറഞ്ഞു. പക്ഷെ കാന്തപുരം പറഞ്ഞു അത് ഞാനല്ല നീക്കം ചെയ്ത്,
കേന്ദ്ര ഗവൺമെന്റ് അത്തരത്തിലൊരു വാർത്ത വേറെ ആരും ഇടപെടുന്നില്ല, അതിനകത്ത് ഇടപെടിയില്ല, അത്തരത്തിലുള്ള വാർത്തകൾ തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ ഈ പറയുന്ന കാന്തപുരം ഇട്ട പോസ്റ്റ് അല്ലെങ്കിൽ അവരെ വെറുതെ വിടാൻ സാധ്യതയുണ്ട്, അതിന്റെ സംസാരങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ വധശിക്ഷ റദ്ദ് ചെയ്തു, ഞാൻ അവിടെ സംസാരിച്ചു എന്ന് പറയുന്ന വാർത്ത മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത വന്നു. അന്ന് കാന്തപുരം വീണ്ടും പറഞ്ഞു ഞാനല്ല മാറ്റിയത്, കേന്ദ്രം ഇടപെട്ട് ആ വാർത്ത മാറ്റിയതാണ്, ഞാൻ പറഞ്ഞതെല്ലാം വാസ്തവമാണ്. അപ്പം ആ ഇടപെടലിനകത്ത് ഒരുപക്ഷെ വധശിക്ഷ മാറ്റിവെച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്ന് വേണം കാന്തപുരത്തിന്റെ വാക്ക് വിശ്വസിച്ച് നമ്മൾക്ക് മനസ്സിലാവേണ്ടത്. കാരണം അത്തരത്തിൽ വ്യാജ വാർത്തകൾ അവിടെ വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാക്കും, അല്ലെ രാജ്യത്ത് തന്നെ കുഴപ്പം ഉണ്ടാക്കും. ആ രാജ്യത്തെ പ്രശ്നം വേറെ പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇതുപോലെ ഇവിടെ വെറുതെ വിടുന്നു തീരുമാനിച്ചാൽ ഈ രാജ്യത്തെ ജനങ്ങളവും അവിടുത്തെ ഭരണാധികാരികൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. കാരണം അവരുടെ രാജ്യത്തിന്റെ ഈ പറയുന്ന മതവിശ്വാസം അനുസരിച്ച് ഒരു മൃതശരീരം പോലും അടക്കി അതിന്റെ ശുശ്രൂഷ കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഞുറുക്കി ഈ പറയുന്ന സെപ്റ്റി ടാങ്കിനകത്ത് കളഞ്ഞതാ. അതൊരു വലിയ അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രതിയെ തൂക്കിക്കൊല്ലാതെ വിട്ടാൽ അത് ദൈവനിന്ദ എന്നുള്ള രീതിയിൽ അവിടുത്തെ ഈ ഗോത്രവർഗം കണക്കാക്കുന്നത്. അതാ രാജ്യത്തിനകത്ത് ഭരണത്തെ വരെ ബാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിൽ വാർത്ത ഇന്ത്യയുമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ആൾക്കാരായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ വാർത്തകൾ വീണ്ടും ഓരോരുത്തർ കൊടുക്കേണ്ടതിരുന്നാൽ അത് ആ രാജ്യത്ത് പ്രചരിച്ച് ആ രാജ്യത്തിന്റെ ഭരണത്തെയും അല്ലെങ്കിൽ രക്ഷിക്കാൻ നിൽക്കുന്നതും ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതും നിമിഷപ്രിയയ്ക്ക് വേണ്ടി നിൽക്കുന്നതുമായിട്ടുള്ള ആ രാജ്യത്തിന്റെ ഭരണത്തെ തന്നെ ബാധിക്കും. അതുകൊണ്ടാണ് ഈ വാർത്തകൾ വീണ്ടും കൊടുക്കണ്ട എന്നുള്ള തീരുമാനം വരുന്നത്. അപ്പം ഇതിനകത്ത് ഈ പറയുന്ന നിമിഷപ്രിയ ഒന്നെങ്കിൽ കൊല്ലണം, ഇല്ലെങ്കിൽ ഞാൻ കൊല്ലും ഒരു ഭാഗം പറയുന്നു. നിമിഷപ്രിയെ കാന്തപുരം ഇടപെട്ട് രക്ഷപ്പെടുത്തണ്ട, അന്നേരം മറ്റവർ പറയാ കാന്തപുരം ഇടപെട്ട് രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നാൽ ഞങ്ങൾ കൊല്ലും. ഈ പറയുന്നത് പോലെ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് നിമിഷപ്രിയെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന കാന്തപുരത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നു, കാന്തപുരം ഞങ്ങളുടെ ആളാണെന്ന് കാന്തപുരം പോലും അറിയാൻ നിൽക്കുന്നത് പറഞ്ഞ് ഞാൻ കൊല്ലും എന്നൊക്കെ രീതിയിലേക്കുള്ള പ്രസ്താവനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതുവരെയും ഒരു വ്യക്തതയും ഒരു കൃത്യതയും ഒരു അനൗൺസ്മെന്റും നിമിഷപ്രിയയുടെ വധവുമായിട്ട് ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ട് ഗവൺമെന്റ് ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതിന്റെ അർത്ഥം ആ ഗവൺമെന്റോ ആ രാജ്യത്തിന്റെ ഭാഗമായിട്ടോ ഒരു ഔദ്യോഗിക രേഖയും ചർച്ചയും ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ. ഏതായാലും ചർച്ചകൾ നടക്കുന്നു, അതിന് വ്യക്തത വന്നിട്ടില്ല, തീരുമാനം ഉണ്ടായിട്ടില്ല. ആ തീരുമാനം ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യവും ഒരു നീക്കവും ഒരു സംവിധാനമൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ രാജ്യത്തുടനീളം ഇതിനുവേണ്ടി ശ്രമിക്കുന്നവരും ഈ രാജ്യത്തിനകത്ത് ചുമ്മാതെ ഇരുന്ന് വർത്തമാനം പറയുന്നവര് പോലും സൂക്ഷിച്ച് പറയേണ്ട ഒരവസ്ഥയുണ്ട്. അത്തരത്തിലേക്കുള്ളതാണ് കാര്യങ്ങൾ. ഏതായാലും നിമിഷപ്രിയയുടെ വധവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷവും വ്യക്തതയുള്ള കൃത്യതയുള്ള നിമിഷപ്രിയ വെറുതെ വിടുമോ അല്ലെങ്കിൽ വധശിക്ഷ മാത്രം റദ്ദാക്കുമോ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഔദ്യോഗിക റിപ്പോർട്ട് യമനിന്റെ ഭാഗത്തു നിന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടില്ല. ഈ പറയുന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നമുക്കറിയാൻ സാധിച്ചില്ല. അത്തരത്തിൽ ഒരു വാർത്ത വന്നാൽ മാത്രമേ നിമിഷപ്രിയ നാളെ കാലത്തെ വധശിക്ഷയ്ക്ക് വിധേയമാകുമോ അല്ലെങ്കിൽ അവർ വെറുതെ വിടുമോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. സാറ് പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധിച്ചു കൊണ്ടുവേണം നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പോലും വരാനായിട്ട്. കാരണം അതെല്ലാം പല രീതിയിൽ മൊഴിമാറ്റം ചെയ്യപ്പെട്ട് അവരുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. ഇതെല്ലാം ഇന്ത്യക്കാരി ആയതുകൊണ്ട് മാത്രം എന്ന് പറഞ്ഞതുപോലെ തന്നെ അതുകൊണ്ട് മാത്രം അവർ ആ ഒരു ശിക്ഷയിൽ നിന്ന് മാറി വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷേ ഈ തരത്തിൽ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള കൺഫ്യൂഷൻസ് ജനങ്ങൾക്കിടയിലും ഉണ്ടാകുന്നുണ്ട്. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും നിമിഷപ്രിയ അവിടെ നിന്ന് വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടട്ടെ. അവർ ചെയ്ത തെറ്റിനെ നമ്മൾ ന്യായീകരിക്കുകയല്ല, എങ്കിൽ പോലും അവർ വധശിക്ഷയിൽ നിന്നും അവർ അന്യനാട്ടിൽ പോയിട്ട് വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടാതിരിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നന്ദി സർ.